ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ പണം കണ്ടെത്തിയത് പാർലമെന്റിൽ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വഖഫ് നിയമ ഭേദഗതി ബില്ല് നടപ്പാക്കാൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്രം. ബില്ലിന്റെ ഉള്ളടക്കം വിശദീകരിക്കാൻ ഇന്ന് എംപിമാർക്കായി പാർലമെന്റിൽ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് നമുക്കൊപ്പം ചേർന്നത്. ശരത്ത്, ഈ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവം അത് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. മറ്റൊന്ന്, ഇന്നത്തെ ഏറ്റവും പ്രധാനം ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളാണ്. ബില്ല് എപ്പോൾ വരും എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത ഇല്ല എങ്കിൽ കൂടി ഈ ബ്രീഫിംഗ്, അത് സാധാരണ നടപടിക്രമങ്ങളെന്ന് പറയുമ്പോഴും ബില്ലുമായി ശക്തമായി മുന്നോട്ട് പോകാൻ, ബില്ല് പാസ്സാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര നീക്കം. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാം ശരത്. ഗുഡ് മോർണിംഗ് സദലക്ഷ്മി. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് സഭയിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിക്കപ്പെടാൻ പോകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം വഖഫ് ബില്ലിന്റെ ഭേദഗതി. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ 14 ഭേദഗതികൾ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച എന്ന് പറയാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തല ബ്രീഫിംഗ് എന്ന് പറയാം. ഇന്ന് എംപിമാർക്ക് 9 മണി മുതൽ 10:30 വരെ എംപിമാർക്ക് ഇത് സംബന്ധിച്ച ഒരു ക്ലാസ് ഉദ്യോഗസ്ഥരും അതുപോലെ മൈനോറിറ്റി വകുപ്പ് മന്ത്രിയും നൽകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എല്ലാ മന്ത്രിമാരും ഇതിൽ എല്ലാ എംപിമാരും ഇതിൽ പങ്കെടുക്കണമെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എംപിമാർ ഇതൊരു അസാധാരണ നടപടി തന്നെ എന്ന് പറയാം. കാരണം നിരവധി ബില്ലുകൾ വന്നിട്ടുണ്ട്. എന്നാലും എന്തൊക്കെയാണ് കേന്ദ്ര മന്ത്രിസഭ ഈ JPC റിപ്പോർട്ടിൽ വെച്ച ഭേദഗതികൾ ഏതൊക്കെയാണ്, ബില്ലിൽ നേരത്തെ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ ഏതൊക്കെ ഭേദഗതികളാണ് കേന്ദ്ര മന്ത്രിസഭ JPCയുടെ ശുപാർശ പ്രകാരം നൽകിയിരിക്കുന്നത് തമ്മിൽ വിശദമായ ഒരു ചർച്ച അല്ലെങ്കിൽ വിശദമായ ഒരു ബ്രീഫിംഗ് നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടാമത്തെ വിഷയം ജഡ്ജിയിൽ വസതിയിൽ വൻതുക കണ്ടെത്തിയത് സംബന്ധിച്ചാണ്. ഇത് സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കാരണം ഡൽഹി പോലീസ് 10 മണിക്കൂർ ഈ 11 മണിക്ക് രാത്രി 11 മണി തൊട്ട് പിറ്റേന്ന് രാവിലെ വരെ 14-ാം തീയതി രാത്രി തൊട്ട് 15-ാം തീയതി വരെ ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്നതാണ് ഇന്നലെ ജസ്റ്റിസ് സമിതി, 3-അംഗ സമിതിയുടെ ഹിമാചൽ ചീഫ് ജസ്റ്റിസ് ആരാഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയിലും ഇത് സംബന്ധിച്ചിട്ട് ജുഡീഷ്യറിയുടെ സമയം, കൊളീജിയത്തിന്റെ അമിതാധികാരത്തെ സംബന്ധിച്ച ഇന്നലെ ചർച്ച നടന്നിരുന്നു. മല്ലികാർജുന ഖാർഗെ അതേപോലെ ചെയ്യുന്നതും വൈസ് ചെയർമാൻ, രാജ്യസഭാ വൈസ് ചെയർമാൻ ജഗ്ദീപ് ധൻഖർ ചർച്ച നടത്തിയിരുന്നു. ഓൾ പാർട്ടി മീറ്റിംഗിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവം, അത് പാർലമെന്റിൽ ചർച്ചയാക്കാനുള്ള പ്രതിപക്ഷ നീക്കം. മറ്റൊന്ന്, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ബ്രീഫിംഗ് ഇന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വിഷയങ്ങളിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ നിന്ന്.